അപ്പോൾ സെൻസസ് 2027 അമ്പലപ്പുഴ താലൂക്കിലെ അവസാന ബാച്ചിൻ്റെ ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന സെഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി പൊയ്ക്കോ എല്ലാവരും. ഇനി നമ്മൾ ഇത്രയും നാളും മൊബൈൽ ലോക്ക് ചെയ്യാത്തിരിക്കുകയാണ്. നമ്മുടെ ഫോൺ നമ്പർ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസ് നമ്പറിംഗ്. നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഏരിയയിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും, വീട് നിലപെടുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും നമ്പർ ഇടുന്നു, അവരെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ കാര്യം. ഇനി ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവരുടെ വിവരങ്ങളൊന്നും നൽകാൻ സാധിക്കത്തില്ല. അനേകം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും. അത് കാരണം ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നതിന്. ഹലോ ചേട്ടാ, ചേച്ചി ഇവിടെ ആരും ഇല്ലേ? ഹലോ ചേച്ചി, ഇവിടെ പട്ടിയൊന്നും ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ശരി ചേച്ചി. ഞാൻ എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. സാറേ നമസ്കാരം. എൻ്റെ പേര് സാർ എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. ചേച്ചി, ഞാൻ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ. അതെ അതെ ശരി 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 ശരി. ഒരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല മാഡം. സാറേ നമസ്കാരം. എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. ഞാൻ 2027 സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പം ഒരു സാറ് സെൽഫ് ഇൻവെർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ കുഴപ്പമില്ല. അപ്പം അത് ഞാനൊരു ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ ആയിക്കോട്ടെ സാറേ. ഇപ്പോൾ ഇതിൽ 34 ചോദ്യങ്ങളാണ് ആകെ ഉള്ളത്. അപ്പോൾ ഇതിൽ സാറിൻ്റെ വീട്ടു നമ്പര് മാഡത്തിൻ്റെ ആവശ്യമില്ല. സാർ ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും. ഇതിൽ 2 ലെജൻസ് ആണ് നമുക്ക് ക്ലാസ് എടുത്ത് വേണം പറയാം. അതിൽ നിയാസ് സാറ് എന്ന് പറയുമ്പോഴേക്കും പുള്ളിക്കാരന് ഇപ്പം കൊട്ടാരം വൈദ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇലക്ഷൻ്റെ കൊട്ടാരം ഇലക്ഷൻ മാസ്റ്റർ ട്രെയിനർ എന്ന് വേണമെങ്കിൽ വേറൊരു വാക്കില്ല. മാത്രമല്ല സാറിൻ്റെ ഗൂഗിൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ സാറിൻ്റെ വീഡിയോസ് ഏറ്റവും കുറഞ്ഞ ഒരു 40K എബോവ് ഉള്ള വീഡിയോസാണ് സാറിന് 90% ഉള്ളത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ സാറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു നർമ്മം ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നത് കാരണം നമുക്കൊരു ഉറക്കം വരുമ്പോഴായിരിക്കും സാർ ഈ വരുമ്പോഴേക്കും അത് ചെയ്തു. കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെപ്പോലെ ജോസഫ് സാറും കേട്ടിട്ടിരിക്കുമായിരുന്നു ഈ ക്ലാസ്. അപ്പോൾ സാറും പലപ്പോഴും പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ജോസഫ് സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ക്ഷമയുടെ ഒരു 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 ബെസ്റ്റ് എക്സാമ്പിളാണ് സാറിന്. അതായത് സാർ ഓരോ തവണ ചോദിക്കുമ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന ചോദ്യമാണ് കൂടുതലും സാറ് പഠിപ്പിക്കുന്നതിലും കൂടുതൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്ഷമയോടുകൂടി അത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാറിന് കാണിക്കുന്ന ഒരു ക്ഷമ അത് വളരെ നല്ലതാണ്. നമ്മൾ അതിന് സാറിനൊരു കൈഡി കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ ഭക്ഷണം ആദ്യത്തെ ദിവസം നമുക്ക് ചെറിയ
പറ്റില്ലല്ലോ, ഇത് എങ്ങനെ 3 ദിവസം മുമ്പോട്ട് പോകും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ അറേഞ്ച്മെന്റിന്റെ ആയിരുന്നു തോന്നുന്നു ആദ്യം, ആ എക്കോയോ എന്തൊക്കെയോ നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് മാറിയപ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് കേൾവിക്ക് ഒരു സുഖം ഉണ്ടായി. പിന്നെ 3 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്താണ് ഇതിനകത്ത് 3 ദിവസം ത്രൂ ഔട്ട് പറയാനുള്ളത്. ഇപ്പോൾ 3 ദിവസമായിട്ട് തീർന്നിട്ട് മാപ്പ് വരച്ച ഒരു വഴിയിൽ എത്തിയിട്ടില്ല. മാപ്പ് ഒരുമാതിരി വല്ലാത്തൊരു പാപ്പായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഏക ഒരു ആശ്രയം സാറ്റലൈറ്റ് ഗൂഗിൾ എടുത്തിട്ട് ഇതിനകത്ത് കണ്ടതൊക്കെ ആദ്യം ഒരു ഔട്ട്ലൈൻ വരില്ല. അവസാനം നമ്മൾ റീൽ കണ്ടതുപോലെ തിളക്കത്തിലെ പോലെ വെട്ടി 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 സലീമുമാറും ഡെസ്റ്റിനേഷനുകളുടെ കളിച്ച വിഷമമാകുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഔട്ട്ലൈൻ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുണ്ട്. 2016 ഇലക്ഷൻ മുതൽ ഇലക്ഷൻ്റെ ക്ലാസ്സിൽ ഞാനായിട്ട് കണ്ട് പരിചിതമായ രൂപമാണ്. ജോസഫ് സാറിനെ ഇവിടെ വന്നാലെ പരിചയപ്പെട്ടാലും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഹസ്ബൻഡാണ്, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് വലിയ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ സെൻസസിനെ സമീപിക്കാവുന്ന ഒരു രീതിയിലേക്കുള്ള നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ജോസഫ് സാറിനും വ്യാസ് സാറിനും അതിലെ എല്ലാ പാർട്ടിസിപ്പൻസിലേക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓരോ സെഷൻസ് അല്ല ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നവർ അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ ഒരു ശൈലി പോലെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മൾ കൂടുതൽ അധ്യാപകരാണെങ്കിലും ആ ഒരു നമ്മൾ അത് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടാണ് നമ്മൾ പോയത്. അവിടെ സംശയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ക്ലാരിറ്റി ഉള്ള ക്ലാസ്സായിരുന്നു. ചില ക്ലാസ്സുകളെ നമുക്ക് രാവിലെ തോന്നിയത് വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം. നമ്മുടെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ 100% ഒരു എക്സലന്റ് എന്നൊരു ഫീഡ്ബാക്ക് തന്നെയായിരിക്കും വരുന്നത്. എത്ര നല്ല രീതിയിൽ ക്ലാസ് എടുത്താൽ ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ക്ലാസ് എടുത്ത ഒപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നിട്ട് എല്ലാവർക്കും ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയത് പോലെ നമ്മൾ നമ്മുടേതായ രീതിയിലൊന്നും നമ്മുടെ സ്കൂളിൽ നമ്മുടെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പോരായ്മ മാത്രമേ ഈ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ തോന്നിയുള്ളൂ. എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു, എക്സലന്റ് ആയ ആൾക്കാരാണ്. പക്ഷെ ആ ഒരു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ അതൊരു പോരായ്മ മാത്രമേ ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. 4ാമത്തെ ബാച്ചാണ്. എനിക്ക് തോന്നുന്നത് ഈ സൂപ്പർവൈസേഴ്സ് ഏറ്റവും കൂടുതലുള്ള ബാച്ചായിരുന്നു. ആദ്യം മുതൽ പറയുന്നതാണ്. ഒരുപാട് ഡെസിഗ്നേഷനൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ മുമ്പിരിക്കുമ്പോൾ പഠിപ്പിക്കാൻ വലിയ ടെൻഷനാണ്. കാരണം വേറൊന്നുമില്ല, ഉത്തരവാദിത്തം കൂടുന്നു. കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലല്ലോ മുതിർന്നവരെ കൈകാര്യം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിൽ വന്നു ചേർന്നത്. കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനുള്ള വലിയ അവസരം കിട്ടിയതിൽ ഈശ്വരന് നന്ദി പറയുന്നു. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ സൗഹൃദങ്ങളൊക്കെ നമുക്ക് പുതുക്കാം. ഇത് മാത്രമേ ജീവിതത്തിൽ മിച്ചമുള്ളൂ. സ്കൂള് വിട്ട് പോകുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ഇത്രയും ദിവസം മാറി നിൽക്കണമെന്നുള്ളത്. പക്ഷേ നിങ്ങളെ കാണുമ്പം ആ സങ്കടം മറക്കുകയാണ്. ഓക്കെ, ഈ 3 ദിവസക്കാലം നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിലും സഹകരണത്തിനും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. മഴച്ചാറുമിടവഴിയിൽ നിഴലാടു കൽക്കടവിൽ ചെറുവാക്കിളിയുടെ തൂവൽ പോൽ ഇളഞ്ഞോക്കു പോൽ കുളിർക്കാറ്റു പോലെ ചാരി വന്നോളെ എന്നെ ചാരി വന്നോളെ മഴച്ചാറുമിടവഴിയിൽ എന്റെ നീലാകാശമാകെ നീ പറന്നോളൂ എന്റെ നെഞ്ചിൽ മൊഞ്ചു തോന്നിയ കൂടുവച്ചോളൂ മഴച്ചാറുമിടവഴിയിൽ നിഴലാടുകൾ പടരും ചെറുവാളിൻ കിളിയുടെ തൂവൽ പോൽ ഇളങ്ങാമം പോൽ കുളിർക്കാറ്റു പോലെ ചാരി വന്നോളെ എന്റെ ചാരി വന്നോളെ
ചാരേ ഞാൻ ചൂടാം മഴചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാനക്കിളിയുടെ തൂവൽ പോൽ ഇളനാവൽ പോൽ കുളിർക്കാറ്റു പോലെ ചാരി വന്നോളെ. സ്കൂൾ അടച്ചിരുന്ന അവസ്ഥ, പക്ഷെ കൂട്ടിയോർക്കും കിട്ടത്തില്ല എന്നറിഞ്ഞപ്പോൾ സ്കൂളുകളിൽ എല്ലാവർക്കും സമാധാനമായി. 2 ബാച്ച് ഇതിനു മുമ്പ് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന് നല്ല അഭിപ്രായമായിരുന്നു. അപ്പം എല്ലാവർക്കും വരാനൊരു ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞങ്ങളും എന്താകും, കാരണം ഞാനൊരു BLO ആയിട്ട് വർക്ക് ചെയ്തതാണ്. BLOയുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഫോർമാറ്റ് നമുക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ വീഡിയോ അറിയുകയും നേരത്തെ പാട്ടു ചുരത്തുന്ന ചെല്ലക്കൂടവുമായി വന്നാട്ടെ, കയ്യുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കൂടവുമായി വന്നാട്ടെ, നിന്റെ പുല്ലുകൂടവുമായി വന്നാട്ടെ, കമലഴകുള്ള മാണിക്കക്കുയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ